തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകില്ല. KGMCTക്ക് ആരോഗ്യവകുപ്പ് ഉറപ്പു നൽകി. ഉപകരണം കാണാതായതിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ഉണ്ടായ പിഴവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഹാരിസിനെ കുടുക്കാനുള്ള ശ്രമം വലിയ തരത്തിൽ നടക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യമാണ്. യെസ്, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് മാധ്യമങ്ങളെ കാണുന്നു. ഒരു സിസ്റ്റത്തെ പറ്റി പറഞ്ഞതിന് ശേഷം അന്യഭാഗത്ത് നിന്ന് ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ്. തെറ്റ് ചെയ്തത് എനിക്ക് തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തെങ്കിൽ തെറ്റെന്നും ശരി ചെയ്തെങ്കിൽ ശരിയെന്നും തന്നെ പറയും. ഡോക്ടർ ഹാരിസിനെ ഉന്നമിട്ട് തുടങ്ങിയ അന്വേഷണം അത് അവസാനിപ്പിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായി പെട്ടി കണ്ടു എന്ന വാദം പൊളിഞ്ഞതോടെ പോലീസ് അന്വേഷണത്തിന് പോവില്ല എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നു. എന്തായാലും ഹാരിസിനെ കുടുക്കാൻ നോക്കി ആരോഗ്യവകുപ്പ് എന്ന തരത്തിലുള്ള വിമർശനം വലിയ തരത്തിൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംഘടനയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. അന്വേഷണം ഉണ്ടാകില്ല, പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്നുള്ള നടപടി ഉണ്ടാവില്ല എന്നുള്ള തരത്തിലേക്ക് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും ഇന്നലെ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും അവരൊരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനം അത് വലിയ കനത്ത പ്രതിച്ഛായ സമ്മർദ്ദം, പിന്നെ സർക്കാരിന് സമ്മർദ്ദം, പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ്. അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും. അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ അങ്ങനെങ്കിലും പോകുന്നതാണ് നല്ലത്. സാർ, ഈ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രി സാറിനെ വന്ന് സന്ദർശിച്ചു, എന്താണ് അവർ പറഞ്ഞത്? മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുകയായിരുന്നു. മാഡം മാത്രമല്ല DMEയും ആശുപത്രിയിൽ വന്ന് കണ്ടു. ആശുപത്രിയിൽ വന്നു, മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. ഞാനും ആയിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു, വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു. നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. ഈ സമാധാനിപ്പിച്ചു എന്ന് പറയുന്നത് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണോ മന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന്? എന്താണ് സമാധാനിപ്പിക്കൽ? അല്ല, അങ്ങനൊന്നും ആ തലത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നു, നമ്മൾ സമാധാനമായിട്ട് കഴിയുന്നു. അങ്ങനെ നമ്മൾ സാറിന് എന്തെങ്കിലും ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്? ഇനി അല്ല, അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തില്ല. അവിടെ വെച്ച് നമ്മുടെ അസുഖവിവരങ്ങൾ ചോദിച്ചു, വീട്ടുകാര്യങ്ങൾ ചോദിച്ചു, അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചു. അപ്പൊ ഇനി സാർ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്? എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGMCT ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പോൾ അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGMCT ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഇതിനകത്ത് ഇനിയും പ്രതികരണത്തിലില്ല. ഈ നെഫ്രോസ്കോപ്പ് കേടായത് തകരാർ പരിഹരിക്കാൻ അയച്ചതായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം? അതായത് ഈ സംശയം ഉണ്ടാക്കിയത്? അത് സംശയമൊന്നുമില്ല. അത് നമ്മൾ നെഫ്രോസ്കോപ്പ് കേടാവും, നമ്മളത് പിന്നെ നമ്മൾ അയച്ചു അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ? നമ്മൾ കിട്ടുന്ന എന്തെങ്കിലും റിസോഴ്സ് വഴി നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ അത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ചിലർ നമ്മളിങ്ങനെ ഇന്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം അതിനകത്ത് സർവീസിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് അയച്ചു. അപ്പോൾ അവരോട് വിളിക്കും, അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞ് അയച്ചു തരും. നമ്മൾ നോക്കിയിട്ട് പറയാം, നമ്മൾ അയച്ചു കൊടുക്കും. ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ചിലതൊക്കെ അപൂർവമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും. പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇങ്ങനെയൊക്കെയുള്ള എൻഡോസ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാണ്. അതിന് ഒരുപാട് ചിലവുമാവും.
അപ്പോൾ അതൊക്കെ അവർ അത് നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു തരും, അത് പറ്റില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. അതായിരുന്നു അവിടെ കണ്ടത്, ഓഫീസിൽ കണ്ട ബോക്സിലുള്ളത് അതായിരുന്നു. അവിടെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ റൂമിൽ വെച്ചേക്കാൻ പറ്റും. അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല. എൻ്റെ റൂം തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം, സാധനങ്ങളും ഓഫീസും എല്ലാം. ഒരു കൊച്ചു റൂമുണ്ട്, ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കുന്നതും പിന്നെ ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നും അല്ല. നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത്. ഈ പെട്ടിക്കകത്ത് ഈ ബില്ലായിരുന്നു സാറിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അത് ഞാൻ പെട്ടി ഞാൻ കണ്ടത് പോലും ഇല്ല, അങ്ങോട്ട് പോയില്ല. ഇന്നാണ് ഞാൻ ഇനി പോകുന്നത്. എന്താണ് പെട്ടി? ഡോക്ടർ ഹാരിസിന്റെ വാർത്താ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. അതാണ് പ്രേക്ഷകർ കണ്ടത്. തന്റെ ഓഫീസ് റൂമിൽ ഒരു രഹസ്യവുമില്ല, ആർക്ക് വേണമെങ്കിൽ ഓഫീസ് റൂമിൽ കയറാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരോഗ്യമന്ത്രി വിവാദമുണ്ടായതിൽ ദുഃഖം രേഖപ്പെടുത്തിയെന്ന് പറയുന്നു. അതിൽ മന്ത്രിയോട് താൻ ക്ഷമ ചോദിച്ചു എന്ന് പറയുന്നു. അന്വേഷണ സമിതിയെ അവിശ്വസിക്കുന്നില്ല, അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമുണ്ട്, വിവാദമുണ്ടാക്കിയതിൽ ദുഃഖമുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ആരോഗ്യമന്ത്രിയോട് താൻ ക്ഷമ ചോദിച്ചു. ഉപകരണം തിരിച്ചറിയാതെ പോയതിൽ തെറ്റു പറയാൻ സാധിക്കില്ല, അതിൽ തെറ്റില്ല തുടങ്ങിയ കാര്യങ്ങളാണിപ്പോൾ ഡോക്ടർ ഹാരിസ് പറയുന്നത്. ഇന്ന് അദ്ദേഹം തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാവില്ല എന്നുള്ള വിവരമാണിപ്പോൾ ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്.